ഒരു ബേബി പൊട്ടറ്റോ വെച്ചിട്ട് ഒരു ദം ബിരിയാണി ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്ത് പീൽ ചെയ്ത് അതൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനുള്ളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. പിന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള കനം കുറഞ്ഞരിഞ്ഞത് വറുത്തെടുക്കാം. പൊട്ടറ്റോ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തൈര്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, പുതിനയില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം നാരങ്ങ, രമ്പയില, ബേ ലീഫ് ഇതൊക്കെ കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും അരി കഴുകി ചേർത്ത് കൊടുക്കാം. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് മട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ബ്രെഡ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ദമ്മിനുള്ളൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ആദ്യം ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സാഫ്രോൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ മുകളിലായിട്ട് ബ്രെഡ്, വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് നമ്മളൊരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നല്ല മുകളിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു ഇടികല്ല് എടുത്ത് വെക്കുകയാണ്. എന്നിട്ടൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാലഡും പപ്പടവും ആണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഒപ്പം നല്ല ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.